തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. പൂഴിനാട് UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. കുട്ടികൾ കളിക്കുന്ന ഭാഗത്തേക്കാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നത്. അവധി ദിവസമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ സംഭവം നടന്നു എന്ന കാര്യം. അപ്പോൾ ഇത് ഒരു 7-8 മാസത്തിന് മുമ്പേ നമ്മൾ സ്കൂളിലെ മാനേജറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടും ഇതുവരെയും അത് ചെയ്തു തന്നിട്ടില്ല. അപ്പം ഒരു വലിയ അപകടമാണ് ഈ നമുക്ക് ഒഴിവായി കിട്ടിയത്. കാരണം ഇത് സ്കൂളിലെ പ്രവൃത്തി സമയത്തായിരുന്നു എങ്കിൽ നമുക്ക് പിള്ളേരെല്ലാം കളിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ കയറി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി അമ്മ ആ ഭാഗത്ത് പോകും. പിന്നെ കല്ലറയുടെ ആ ഭാഗത്ത് പിള്ളേർക്ക് ചെന്ന് ഇരിക്കുന്നതാണ്. അപ്പം ഒരു വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം. സ്കൂളിന്റെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തു തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ അപകടം നടന്ന ശേഷം സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് വൈകുന്നേരമാണ് 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പൂഴിനാട് UP സ്കൂളിന്റെ ഒരു കാലപ്പഴക്കം ചെന്നൊരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നില്ല. പക്ഷേ ഈ കെട്ടിടം തകർന്നു വീണത് ഭാഗം എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിലെ ഇന്റർവെൽ സമയത്തുമൊക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. ഈ തകർന്നു വീണ കെട്ടിടം തൊട്ടടുത്തുള്ള മറ്റൊരു വീടിന്റെ ഒരു കോഴിക്കൂടൊക്കെ ഇരുന്ന ഭാഗത്തേക്കാണ് വീണത്. ആ വീണ കോഴിക്കൂട്ടിലുണ്ടായിരുന്ന കോഴികളെല്ലാം ചത്തുപോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ സമയത്ത് സാധാരണഗതിയിൽ വീട്ടുകാരൊക്കെ അവിടേക്ക് നിൽക്കുന്നതാണ്. പക്ഷേ മഴയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു മരണത്തിനൊക്കെ പോയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീട്ടുകാർക്ക് ആർക്കെങ്കിലും പരിക്കുപറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പകൽ മുഴുവൻ മഴ പെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. കാലപ്പഴക്കം ഉണ്ടായിരുന്ന കെട്ടിടമാണ്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം നേരത്തെയും തകർന്നു വീണിട്ടുണ്ട്. അന്നും ഇതുപോലെ ഒരു അവധി ദിവസമാണ്. അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഈ വീട്ടുകാരൊക്കെ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെ പറ്റി സ്കൂൾ മാനേജ്മെന്റിനോട് പരാതി പറയുന്നതാണ്. പക്ഷേ കാര്യമായ ഒരു നടപടിയോ ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ ഒരു വാർഡ് മെമ്പറായിട്ടുള്ള മഞ്ജു സുരേഷിന്റെ വീടിനോട് ചേർന്നാണ് ഈ കെട്ടിടം തകർന്നു വീണത്. ഈ പലപ്പോഴും ഈ സ്കൂളിൽ ഈ സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മഴ പെയ്ത ഒരു സ്കൂൾ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിനൊക്കെ സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപകടം ഒഴിവായി. പക്ഷേ കാലപ്പഴക്കം ചെന്ന ഇത്തരത്തിൽ മഴ പെയ്താൽ തകർന്നു വീഴാവുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം ആ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ വീഴ്ചയാണ്. വിഷ്ണു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.